ഏറ്റവും ഒടുവിലത്തെ കത്തയച്ചത് സെപ്റ്റംബർ മാസത്തിലാണ്. എന്നാൽ ഒന്നിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ മറുപടി നൽകിയിട്ടില്ല. ഇതുതന്നെ വോട്ടുകൊള്ള നടത്തുന്ന ആ അജ്ഞാത സംഘത്തെ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തുന്നു. ഏറ്റവും അവസാനം ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അയച്ച 5 കത്തുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അയച്ച 18 കത്തുകളുടെയും ഉള്ളടക്കം ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിച്ച ഉപകരണങ്ങളുടെ മൊബൈൽ ഫോണിന്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ അവയുടെ IP വിവരമോ നൽകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഫെബ്രുവരി 1-നാണ് ഒരു കത്ത് കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തുന്നത്. കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു: വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ലോഗിൻ ചെയ്തത് OTP ഉപയോഗിച്ചാണോ അതോ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉപയോഗിച്ചായിരുന്നു? അങ്ങനെയെങ്കിൽ OTP ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തത് എങ്കിൽ ഏത് നമ്പറിലേക്കാണ് OTP അയച്ചത്? ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണോ അതോ മറ്റേതെങ്കിലും നമ്പറിലേക്കാണോ? ഇത്രയും ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കത്തിനെ കുറിച്ച് ഫെബ്രുവരി 4-ന് തന്നെ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതി.